കൊല്ലങ്കോട് ഒരു ദിവസം കൊണ്ട് നമുക്ക് എത്ര സ്ഥലങ്ങളിൽ പോവാം? കൊല്ലങ്കോട്ട് നമ്മൾ നേരെ കൊല്ലങ്കോട്ട് എന്ന് വന്നു കഴിഞ്ഞാൽ നേരെ തെന്മല വരെ സീതാരകുണ്ട് വെള്ളച്ചാട്ടം, അതേ റിട്ട് തിരിച്ചു വന്നിട്ട് സുന്ദരഗ്രാമം, താമരപ്പാടം, അത് രണ്ടും ഒരേ സ്ഥലം. അത് കണ്ട് നേരെ നമ്മൾ പോകും ചെല്ലഞ്ചേട്ടന്റെ ചായക്കട. അത് കണ്ട് നേരെ പോകും നമ്മൾ ചെങ്ങഞ്ചേര അമ്പലം. ഇത് കഴിഞ്ഞു പിന്നെ ഒരു പെരിങ്ങോട്ടുശ്ശേരി കളവുണ്ട്, അത് നമുക്ക് പോയി കാണുന്നുണ്ടെങ്കിൽ പോകാം. അല്ലെങ്കിൽ നേരെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എടച്ചിറ അയ്യപ്പേട്ടന്റെ ഹോട്ടൽ, അവിടെ ഫുഡ് ഉച്ച ഊണൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ നേരെ വിടുന്നു മുതലമട റെയിൽവേ സ്റ്റേഷൻ. അത് കഴിഞ്ഞ് റിട്ടേൺ നേരെ ഈ കൊല്ലംകോട്ടേക്ക് വരുന്നു. വരുന്ന സമയത്ത് ഇടയിൽ ഒരു കുടിലാരം ഒരു സ്ഥലമുണ്ട്. അത് കണ്ടു കഴിയുമ്പോൾ സുമാർ 5:30 ആയി കഴിഞ്ഞു. പിന്നെ നമ്മൾ കൊല്ലംകോടെത്തി പിന്നെ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ നേരെ നമ്മുടെ സ്ഥലത്തേക്ക് പോകാം. ഒന്നുകിൽ നാട്ടിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കിടക്കണമെങ്കിൽ പൊള്ളാച്ചി എടുക്കാം. അത് വിട്ട് അവിടെ നെല്ലിയാമ്പതി എസ്റ്റേറ്റ് ഉണ്ട്, നെല്ലിയാമ്പതി കാണാം, പോത്തുണ്ടി ഡാം ഉണ്ട്, പീച്ചി ഡാം. അപ്പം ഇത്രയും ഒരു ദിവസം കൊണ്ട് ഇത്രയും സ്ഥലങ്ങൾ നമുക്ക് ഈ കൊല്ലംകോട് പഞ്ചായത്തിനുള്ളിൽ ഇത് കാണാം. കാരണം പ്രകൃതിയെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് പിന്നെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ കുറെ ഉണ്ട്. അത് അന്വേഷിക്കണമെങ്കിൽ അത് ദിവസങ്ങളും കണ്ടെത്തിയിട്ട് നിൽക്കണമെങ്കിൽ നിൽക്കാം, അല്ലെ? അങ്ങനെയല്ലേ? അങ്ങനെയാണ്. അപ്പൊ കൊല്ലംകോട് വന്നു കഴിഞ്ഞാൽ ഈ ഇവിടെ സ്റ്റേ എന്ന് പറയുന്ന ഇപ്പൊ ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ അത് 2-3 ദിവസം, കാരണം ഇവിടുത്തെ ക്ലൈമറ്റും ഇതൊക്കെ കാണുമ്പോൾ ഭംഗി കൂടും. അപ്പൊ ഇവിടെ താമസിക്കാനുള്ള ഹോം സ്റ്റേ അറിവില് ഒന്ന് നിങ്ങളെ ഇതിലുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോ ഏതായിരുന്നു? ഞാൻ നിൽക്കുന്നത് കൊല്ലംകോട് നെന്മേനി വിരുത്തി കൈവല്ലി ഡാം എന്നൊരു ഹോം സ്റ്റേ ഉണ്ട്. കൈവല്ലി ഡാം എന്ന് പറഞ്ഞിട്ട് ഹോം സ്റ്റേ. എന്റെ മുതലാളിയുടെ പേരാണ് സനിൽകുമാർ. നല്ല പ്രോപ്പർട്ടിയാണ്. നല്ല പ്രോപ്പർട്ടിയാണ്. സ്വന്തം സ്ഥലത്ത് ഇങ്ങനെ ഒരു 10-11 റൂമുണ്ട്. അത് ഹോം സ്റ്റേ ആണ്, എല്ലാം AC ആണ്. അത് നമ്മളത് എല്ലാവർക്കും വന്നാലും ഇങ്ങനെ നമ്മൾ ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട്. ഓൺലൈനിൽ കൊടുക്കുന്ന എങ്ങനെയാണ്? നമ്മുടെ നമ്പറെ കൊടുത്തിരിക്കും, നമ്പറും ഇതും ലൊക്കേഷൻ ഞാൻ നമ്പറിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, പിന്നെ ഇതിലും ഇത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഒരുപാട് ആൾക്കാർ വരുമ്പോ ഗൈഡായിട്ട് നിങ്ങൾ പോകാറുണ്ടോ? ഞാൻ അങ്ങനെ അത്യാവശ്യം 1-2 സാർമാർക്ക് അറിയാതെ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ സ്ഥലങ്ങൾ കാണിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നു, നമ്മളെ വണ്ടി എടുത്ത് പോകും, അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. കാരണം നമ്മൾ അറിയാത്ത സ്ഥലങ്ങൾ അവർ വരുന്നത് ഒരാൾ ചോദിച്ചു പോകണത് നമ്മൾ പോയിരുന്ന ആൾ പോകണമെന്നും വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ നമ്മളെല്ലാം ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം നമ്മൾ കാണിച്ചു കൊണ്ടുപോകും. സാറിന്റെ നമ്പർ ഒന്ന് പറയോ? നമ്മൾ 94 96 50 26 42. അപ്പൊ സുഹൃത്തുക്കളെ, ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഈ സാറിന് അദ്ദേഹത്തിനെ വിളിച്ചാൽ മതി. പുള്ളിയെ വിളിച്ചാല് പുള്ളി എല്ലാ കാര്യങ്ങളും അറേഞ്ച്മെന്റ് ചെയ്തു തരും. ഇനിയിപ്പോ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ വണ്ടി വേണമെങ്കിൽ ജീപ്പോ എന്ത് വേണമെങ്കിലും കാർ വേണമെങ്കിൽ കാർ നമ്മൾ എന്ത് വേണമെങ്കിലും സൗകര്യം ചെയ്ത് കൊടുക്കാം. അപ്പം എന്തായാലും വളരെ സന്തോഷം. ഇത് ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.